വളരെ പ്രശസ്തനായ ഫ്രാൻസ് കാഫ്കയുടെ ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരിക്കൽ അദ്ദേഹം പാർക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ പാവ നഷ്ടപ്പെട്ടു പോയെന്ന്. പിറ്റേ ദിവസം ആ പെൺകുട്ടിയെ കാണുമ്പോൾ കാഫ്ക ഇങ്ങനെ പറഞ്ഞു, ആ പാവക്കുട്ടി കളഞ്ഞു പോയിട്ടില്ല, അവനൊരു യാത്രയിലാണ്, ഒരു ട്രെയിൻ യാത്രയിലാണ്. ആ യാത്രയെക്കുറിച്ച് നിനക്ക് തരാൻ വേണ്ടി എനിക്ക് കുറേ ലെറ്റേഴ്സ് എഴുതുന്നുണ്ട്. എന്നിട്ട് കാഫ്ക ഓരോ ദിവസവും ഈ പെൺകുട്ടിക്ക് ഓരോ എഴുത്തുകൾ കൊടുക്കുന്നുണ്ട്, പാവ എഴുതിയതാണെന്ന് പറഞ്ഞുകൊണ്ട്. കുറേ നാൾ കഴിയുമ്പം ആ റിയാലിറ്റിയോട് ആ പെൺകുട്ടി അഡ്ജസ്റ്റ് ആകുന്നു. ഒരു ദിവസം കാഫ്ക അവൾക്ക് വേണ്ടി പുതിയൊരു പാവക്കുട്ടി കൊണ്ടുവരികയാണ്. ഇതാണ് നിൻ്റെ പാവക്കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി പറയുകയാണ്, ഇതെൻ്റെ പാവക്കുട്ടിയല്ല, ഇതല്ലായിരുന്നല്ലോ എൻ്റെ പാവ കുട്ടിയെന്ന്. അപ്പോൾ കാഫ്ക ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ആ പാവക്കുട്ടി, പക്ഷേ പല ജീവിത സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് അനുഭവങ്ങൾ, പല കാര്യങ്ങൾ ആ പാവക്കുട്ടിയെ പഠിപ്പിച്ചപ്പോൾ ആ പാവക്കുട്ടി മാറിപ്പോയെന്ന്. കുറേ നാളുകൾക്ക് ശേഷം ആ പാവക്കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ എഴുത്ത് കിട്ടിയെന്നാണ് പറയുന്നത്. ആ എഴുത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു അത്രേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമായെന്ന് തോന്നുന്നത് എന്തും ഒരു ദിവസം നിങ്ങളെ തേടിയെത്തും. അത് വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും, പക്ഷെ അത് നിശ്ചയമായി നിങ്ങളെ തേടിയെത്തുമെന്നുള്ളത്. ജീവിത സായാഹ്നത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് വിചാരിച്ചാൽ മതി, കരുണാമയനായ ദൈവം അതേതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്കത് തിരിച്ചു തരും.